ഈ കെജ്രിവാളിനെ സംബന്ധിച്ച് ഒരു നിരാശാജനകമായൊരു വാർത്തയാണ്. കാരണം കവിതയുണ്ടല്ലോ, കെജ്രിവാളിൻ്റെ ദില്ലി മദ്യനയ കേസിലെ കൂട്ടുപ്രതി ചന്ദ്രശേഖര റാവുവിൻ്റെ മകള് BRSൻ്റെ നേതാവ് കെ കവിതയെ മാർച്ച് 17 അറസ്റ്റ് ചെയ്തത്. അവരെ 15 ദിവസം കൂടെ, അതായത് ഏപ്രിൽ 19 വരെ വീണ്ടും ED കസ്റ്റഡിയിൽ വിട്ടുകൊടുക്കാൻ കോടതി ഉത്തരവിട്ടു. അപ്പോൾ കെജ്രിവാളിൻ്റെ ED കസ്റ്റഡി 2 ദിവസത്തിനുള്ളിൽ തീരുകയാണ്. അപ്പോൾ കെജ്രിവാൾ അത് കഴിഞ്ഞാൽ ഉടനെ ഉഗ്രപ്രതാപിയായിട്ട് തിരിച്ചു വരും എന്ന് കരുതിയവർക്കെല്ലാം ഇത്തിരി നിരാശ നൽകുന്ന കാര്യമാണോ? നാളെ ഹൈക്കോടതി ജാമ്യം പരിഗണിക്കുന്നുണ്ട്. എന്നാൽ പോലും കവിതയെക്കാളും വലിയ ക്രൈം ചെയ്ത ആളാണ് ഇതിൻ്റെ കിങ് പിൻ കെജ്രിവാൾ എന്നാണ് പറയുന്നത്. അപ്പോൾ കവിത ഈ വീണ്ടും അകത്ത് കിടക്കുമ്പോൾ കെജ്രിവാളിന് ഈ പറഞ്ഞ സമയപരിധിക്കുള്ളിൽ ഇറങ്ങാൻ കഴിയുമോ? ഒരു സാധ്യതയില്ല. കാരണം ഒരു പ്രതിക്ക് മാത്രമായിട്ട് ഇളവൊന്നും ചെയ്തു. മനോജ് സിസോദിയ 1 വർഷമാകും. അതെ, ആ സംഭവം ഒന്നും ഇതിൻ്റെ അകത്ത് നടക്കില്ല. ഒന്നാമത് ഈ പുറത്തുള്ള ഈ കപട മതേതര മാധ്യമങ്ങൾ പറയുന്ന ഒന്നുമല്ലല്ലോ കേസ്. പിന്നെ 10-100 പേര് നടന്ന പ്രകടനങ്ങളും. കേസ് എന്ന് പറയുന്നത് കോടതിയുടെ മുമ്പിൽ ഉണ്ട്, കേസ് ഡയറി ഉണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചിട്ടുള്ളതെന്ന് ഇത് കുറേ നാളായിട്ട് കോടതികളുടെ മുമ്പിലുണ്ട്. കോടതികൾ പിന്നെ ക്രിമിനൽ കേസുകളിൽ എവിടെയാണ് ഇളവ് കൊടുത്തായിട്ട് ചരിത്രത്തിലുള്ളത്? അതെ, ഇളവ് കൊടുത്താൽ തന്നെ വലിയ ആരോപണങ്ങൾ വരും. പക്ഷേ സാർ, ഇതിന് ശേഷം ഈ കെജ്രിവാളിൻ്റെ അറസ്റ്റ് ഈ കേവലം മദ്യനയ കേസ് മാത്രമാണെങ്കിലും പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ പന്നു, മറ്റേ സിഖ് തീവ്രവാദി സിഖ് ഫോർ ജസ്റ്റിസ് എന്ന് പറഞ്ഞ കനേഡിയൻ ബേസ്ഡ് ഖലിസ്ഥാൻവാദികളുടെ സംഘടന നേതാവാണ്. അയാൾ പറയുന്നു, ജയിലിൽ കിടന്ന ഡൽഹി സ്ഫോടന കേസിലെ പ്രതിയെ വിട്ടയക്കാൻ വേണ്ടി 135 കോടി രൂപ കെജ്രിവാളിന് കൊടുത്തു. മുഖ്യമന്ത്രിയായാൽ 5 ദിവസത്തിനകം മോചിപ്പിക്കാമെന്നാണ് പറഞ്ഞത്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും വേറൊരു ഘട്ടത്തിൽ ഈ പ്രതി പുറത്തു വന്നു, വിട്ടയക്കപ്പെട്ടു. അതുപോലെ ഇയാൾ തന്നെ പറഞ്ഞിട്ടുണ്ട്, US-ലും കാനഡയിലും വെച്ച് $6 മില്യൺ കെജ്രിവാളിന് വീണ്ടും കൊടുത്തിട്ടുണ്ട്. പക്ഷേ വളരെ ചെറിയ പാർട്ടി, വലിയ സാമ്പത്തികമൊന്നും ഇല്ലാത്ത പാർട്ടി രൂപീകരിച്ച് 6 മാസം കൊണ്ട് ദില്ലി പിടിക്കുന്നു, പഞ്ചാബ് പിടിക്കുന്നു, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിലും വന്നിട്ട് വളരെ പെട്ടെന്ന് ദേശീയ പാർട്ടി പോലും ആയിരുന്നു. ഒരു ഓർഗനൈസേഷണൽ സെറ്റപ്പും ഉണ്ടായിരുന്നില്ല. ഇഷ്ടംപോലെ പണമുണ്ട്, 2 സർക്കാരുകളുണ്ടാക്കി. മാത്രമല്ല, പഞ്ചാബിൽ ആം ആദ്മി പാർട്ടിയുടെ സർക്കാർ വന്നതിന് ശേഷമാണ് ഈ ഖലിസ്ഥാൻവാദികൾ വളരെ സജീവമായി വരുന്നത്. അതെ. അപ്പോൾ പഞ്ചാബ് ഭരണം ആപ്പിൽ കിട്ടിയത് ഖലിസ്ഥാൻ വിഘടനവാദികൾക്ക് വലിയ പ്രചോദനമായി. അതെ, ദില്ലിയിലേക്ക് കർഷക സമരം വന്നപ്പോൾ അവർക്ക് ദില്ലി സർക്കാരിൻ്റെ ചെലവിലാണ് കഴിഞ്ഞ തവണ ഭക്ഷണം കൊടുത്തത് ഉൾപ്പെടെ. ഇത്തവണ അതിന് കഴിഞ്ഞില്ല, അവർ ഡൽഹിയിൽ എത്താൻ പറ്റാത്തതുകൊണ്ട് ആ സമരം ചീറ്റിപ്പോയി. അപ്പോൾ മൊത്തത്തിൽ ഇന്ത്യയെ വിഘടിപ്പിക്കണം. നമ്മുടെ ഇന്ദിരാഗാന്ധി, പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടത് പോലും ഖലിസ്ഥാൻവാദികളുടെ നടപടി മൂലമാണ്. അപ്പോൾ ഇന്ത്യയെ വിഭജിക്കണം എന്നാഗ്രഹിക്കുന്ന ശക്തികൾ പഞ്ചാബിൽ, ദില്ലിയിൽ ആം ആദ്മി പാർട്ടി ഭരണം നിലനിൽക്കണം, അതിൻ്റെ നേതാവായി കെജ്രിവാൾ ഉണ്ടാവണം. കഴിയുമെങ്കിൽ ആം ആദ്മി പാർട്ടി അല്ലെങ്കിൽ കെജ്രിവാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാവണം എന്നാഗ്രഹിക്കുന്നു. അപ്പോൾ ശരിക്കും ഇന്ത്യയെ വിഭജിക്കാനുള്ള ഒരു ഡിസൈനിൻ്റെ ഭാഗമാണോ ഈ കെജ്രിവാൾ? ഇപ്പം ഈ പറഞ്ഞത് രാഷ്ട്രീയം കൃത്യമാണ്. അത് കേട്ട ഉടനെ എനിക്ക് തോന്നുന്നത് എന്താന്ന് വെച്ചാൽ, ഈ കർഷക സമരമൊക്കെ നടത്തുന്ന ഖലിസ്ഥാനികളുണ്ടല്ലോ, അവർ പല സ്ഥലത്തും ഈ ഖലിസ്ഥാൻ ഭീകരര് ഹിതപരിശോധനയൊക്കെ നടത്തുന്നുണ്ട്. വിശാല വിശാല ഖലിസ്ഥാൻ, ഉത്തരാഖണ്ഡ്, ഹിമാചലും ഒക്കെ അതിൽ ഉൾപ്പെടും. പഞ്ചാബ് മാത്രമല്ല, ദില്ലി, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഹിമാചൽ ചേർന്നിട്ട് വലിയൊരു വിശാല ഖാലിസ്ഥാൻ എന്ന് പറഞ്ഞിട്ട് അത് നമ്മുടെ രാജ്യത്തിന്റെ തലസ്ഥാനം വരെ പോകും. അതെ, കാനഡയിലാണ് അവരുടെ ആസ്ഥാനം. ഈ ട്രൂഡോ, അവിടുത്തെ പ്രധാനമന്ത്രി, ഇവരോട് മറ്റേ വലിയ സഹതാപമുള്ള ആളാണ് എന്നുള്ളത് കൊണ്ടാണല്ലോ നമുക്കിടയ്ക്ക് ട്രൂഡോ ആയിട്ടൊരു ഇഷ്യൂ ഇന്ത്യക്ക് വന്നു. അത് ഒരുപാടൊന്നും അങ്ങോട്ട് നമ്മുടെ അജ്ഞാതൻ പോയി അവിടെ ചില ആളുകളൊക്കെ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചതും ഒക്കെ ഇന്ത്യൻ രഹസ്യാന്വേഷണ റോയുടെ ഇടപെടലാണ്. വളരെ ശക്തി ഉള്ള ഒരു സ്ഥലമാണത്. ഗുരുദ്വാരയും കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. ഇതിലിപ്പോൾ 2014 മുതൽ 2022 വരെ 8 കൊല്ലം 133.5 കോടി കൊടുത്തിട്ടുണ്ട് എന്നാണ് ഖലിസ്ഥാൻ നേതാവ് ഈ പട്വന്ത് സിംഗ് പന്നു ഇപ്പം പറഞ്ഞത്. അത് ഈ പറഞ്ഞ പോലെ സിഖ് ഫോർ ജസ്റ്റിസിൻ്റെ നേതാവാണ്. അയാളത് കൊടുത്തു എന്ന് പറയുന്നത് ദേവേന്ദർ പാൽ സിംഗ് ബുജ്ജർ, ഈ ഭീകരവാദിയെ വിട്ടയക്കാനാണ്. ഈ ബുജ്ജർ എന്ന് പറയുന്ന ആള്
മറ്റേ ലുധിയാനയിൽ എഞ്ചിനീയറിംഗ് കോളേജ് ദേവീന്ദർപാൽ സിംഗ് ബുജ്ജറാണോ ബുള്ളറാണോ? ബുള്ളർ ഈ അവിടുത്തെ എഞ്ചിനീയറിംഗ് കോളേജിൽ അധ്യാപകനായിരുന്നു. അങ്ങനത്തെ കുറെ ആളുകളുണ്ടല്ലോ ഈ പ്രൊഫസർമാരും മാവോയിസ്റ്റുകളായിട്ടും ഒക്കെ ഇപ്പൊ IS വരുന്നുണ്ട്. അപ്പോൾ അയാൾ ചണ്ഡീഗഡ് SP SS സൈനിയെ കൊല്ലാനായിട്ട് ഒരു സ്ഫോടനം നടത്തിയ കേസ് പ്രതിയാണ്. 1991 ഓഗസ്റ്റ് 96 ഡൽഹി സ്ഫോടനം ഉണ്ടാവുന്നത്. പിന്നെ നമ്മുടെ യൂത്ത് കോൺഗ്രസ് നേതാവ് മനീന്ദർ സിംഗ് ബിട്ട, ആ കാലിന് സുഖമില്ലാതെ നടന്നുകൊണ്ടിരുന്ന ഒരാളെ ഓർക്കുന്നില്ല, അദ്ദേഹത്തിന് സ്ഫോടനത്തിലാണ് പരിക്കേറ്റത്. അത് 1993 സെപ്റ്റംബർ 10. ആ ബിട്ടെ അങ്ങനെ സ്ഫോടനത്തിൽ പരിക്കേൽപ്പിച്ചതും ഈ ബുള്ളർ ആണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആദ്യ ആൾക്ക് വധശിക്ഷയാണ് കൊടുത്തത്. അത് കഴിഞ്ഞ് സുപ്രീം കോടതി ഈ വധശിക്ഷ രാജീവ് ഗാന്ധി വധക്കേസിലെ ശിക്ഷകളൊക്കെ ഇളവ് ചെയ്ത കൂട്ടത്തിൽ ബുള്ളറിനെ കൂടെ ഉൾപ്പെടുത്തി ജീവപര്യന്തമായിട്ട് കുറച്ചു. അപ്പോൾ ഇയാളെ മോചിപ്പിക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണഗതിയിൽ എളുപ്പമൊന്നുമല്ല. എന്തായാലും കേജ്രിവാളിന് ഇത് സാധിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് പണം കൊടുത്തതെന്ന് അവർ പറയുന്നുണ്ട്. ഇത് പഞ്ചാബിൽ മുഖ്യമന്ത്രിയായിട്ടുള്ള ഭഗവന്ത് സിംഗ് മാന് ഖലിസ്ഥാൻ അനുകൂലികളിൽ നിന്ന് 50 കോടി രൂപ കിട്ടിയതായിട്ട്. അല്ല, ഇതേ പഞ്ചാബിലാണ് നമ്മുടെ പാകിസ്ഥാനോട് ഏറ്റവും അടുത്ത് കിടക്കുന്ന സംസ്ഥാനമാണ് പഞ്ചാബ്. അതായത് പാകിസ്ഥാനിൽ ഒരു സാധാരണ മിസൈലോ റോക്കറ്റോ അയച്ചാൽ പോലും പഞ്ചാബിൽ ഒന്ന് വീഴും. അതിർത്തിയാണ്. അവിടെയാണ് ഒരു പാലത്തിന്റെ മുകളിൽ വെച്ച് ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ വാഹനം തടയപ്പെട്ടത്. ആ സമയത്ത് പാകിസ്ഥാനിൽ നിന്നൊരു മിസൈലോ, ഒരു ചെറിയ മിസൈൽ മതി, ഒരു ഹാൻഡ് മിസൈൽ അയച്ചാൽ മതി. പഞ്ചാബ് പോലീസ് അപ്പോൾ ഈ പറഞ്ഞ പോലെ പാകിസ്ഥാനിൽ നിന്ന് തന്നെ വേണമെന്ന് പോലും ഇല്ല. അതെ, അപ്പോൾ ഒന്ന് ആലോചിക്കണം. അപ്പോൾ നമ്മൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിച്ച് കെജ്രിവാൾ എന്ന് പറയുന്ന നമ്മൾ ഈ ചൂലൊക്കെ കണ്ട് നടക്കുന്ന ഈ ആളുടെ തനി രൂപം ഇപ്പോൾ വാർത്തകൾ പുറത്തു വരുമ്പോൾ അമേരിക്ക സാമ്രാജ്യത്വത്തിൻ്റെയും അല്ലെങ്കിൽ കാനഡയുടെയും ഖലിസ്ഥാൻ്റെയൊക്കെ ഏജൻ്റായി പ്രവർത്തിക്കുന്ന ഇയാളുടെ പ്രസ്ഥാനമാണ് ഈ ആപ്പ് ഭരിക്കുന്ന പഞ്ചാബിലാണ് പഞ്ചാബ് പോലീസും പ്രധാനമന്ത്രിക്ക് സുരക്ഷ കൊടുക്കാതിരുന്നത്. നമ്മൾ നേരത്തെ ഫോർഡ് ഫൗണ്ടേഷൻ്റെ സംഭാവനയൊക്കെ വാങ്ങുക, സോറോസുമായിട്ടുള്ള ബന്ധം, ഇതൊക്കെ കേജ്രിവാളുമായിട്ട് ചർച്ച ചെയ്തിട്ടുണ്ട്. ഇപ്പം നമ്മൾ ഖലിസ്ഥാൻ ബന്ധം, അത് ഭീകരവാദികളായിട്ടുള്ള ബന്ധമായതുകൊണ്ടാണ് അത് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ പഞ്ചാബ് CM ഭഗവന്ത് സിംഗ് മാൻ 50 കോടി വാങ്ങിച്ചതായിട്ട് ഖലിസ്ഥാനികളിൽ നിന്ന് അമരീന്ദർ സിംഗ് പഴയ മുഖ്യമന്ത്രി വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇപ്പോൾ ഈ ആപ്പിൻ്റെ MP രാഘവ് ചദ്ദ, അതേ ഇവിടെ ഒന്നും വന്ന് പത്രസമ്മേളനം നടത്തുന്നില്ല. ആപ്പ് പ്രതിസന്ധിയിലാണല്ലോ, തെരഞ്ഞെടുപ്പാണ്. ഇവിടെ വേണ്ടതാണ് ഈ രാഘവ് ചദ്ദ. അയാളിപ്പോൾ ലണ്ടനിലാണ്. ലണ്ടനിൽ പോയിരിക്കുന്നത് കണ്ണ് ശസ്ത്രക്രിയ. നമ്മുടെ ഇന്ത്യയിലൊന്നും ഇല്ല. ഞാനും അത്ഭുതപ്പെട്ടു. ക്യാൻസർ എന്നൊക്കെ വന്ന് പറഞ്ഞ ആളുകൾ ഇത് പല്ലുവേദന എന്ന് പറഞ്ഞു പോകുന്ന പോലെ ആയിപ്പോയി. ലണ്ടനിൽ വളരെ സംശയാസ്പദമായ യാത്രയാണത്. വേറൊരു ന്യായം പറയാമായിരുന്നു എന്തെങ്കിലും, പക്ഷെ പിന്നീട് ആളുകൾ ചോദിക്കുമായിരിക്കും രേഖകളൊക്കെ. അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ പറഞ്ഞു പോയിരിക്കുന്നത്. എന്ന് പോയിട്ട് എന്താ ചെയ്യുന്നത്? ഇങ്ങനെ ബ്രിട്ടീഷ് ലേബർ MP പ്രീത് ഗില്ലുമായിട്ട് നിൽക്കുന്ന ചിത്രങ്ങൾ വന്നിട്ടുണ്ട്. ഈ പ്രീത് ഗില്ല് ഖലിസ്ഥാൻ അനുകൂലിയാണ്, പഞ്ചാബിയാണല്ലോ, ഖലിസ്ഥാൻ അനുകൂലിയാണ്. അമിത് മാളവ്യ ആ ഫോട്ടോ സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചിട്ടുണ്ട്. BJPയുടെ IT സെല്ലിൻ്റെ ചീഫ്. ഇന്ത്യ ഹൗസിന് പുറത്ത് പ്രക്ഷോഭങ്ങൾ ഖലിസ്ഥാനികൾക്ക് വേണ്ടി സംഘടിപ്പിച്ചിട്ടുള്ളത് പ്രീതി ആണെന്ന് നേരത്തെ പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യ വിരുദ്ധവും മോദി വിരുദ്ധവുമായിട്ടുള്ള ധാരാളം പോസ്റ്ററുകൾ ഒക്കെ പതിപ്പിക്കുക, ഇങ്ങനത്തെ പരിപാടിയൊക്കെ ചെയ്തിട്ടുള്ള ആളാണ്. ഈ ചദ്ദ വേറെയും ഖലിസ്ഥാൻ നേതാക്കളെ കണ്ടതായിട്ട് ഇന്ത്യക്ക് വിവരമുണ്ട്. അയാൾ കുറേ നാളായിട്ട് അവിടെയാണ്, ഏതാണ്ട് 1 മാസമായിട്ട് ലണ്ടനിലാണ് രാഘവ് ചദ്ദ. അതുകൊണ്ടാണ് ഈ കണ്ണ് ശസ്ത്രക്രിയയൊക്കെ ആണെങ്കിൽ ഇത്രയും ദിവസം ഒന്നും നിൽക്കണ്ടല്ലോ. മധുരയിൽ ശങ്കർ നേത്രാലയയിൽ, മധുരയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നേത്ര ചികിത്സാ കേന്ദ്രം. ഇന്ത്യയിൽ തന്നെ അറിയപ്പെടുന്ന സ്ഥലമാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫണ്ടിങ് വളരെ കാലമായിട്ട് തന്നെ ഉണ്ട് ഇവർക്ക്. 2017 മുതലൊക്കെ പഞ്ചാബ് നിയമസഭാ തിരഞ്ഞെടുപ്പിലെ ഖലിസ്ഥാൻ ഭീകരൻ സിഖ് യൂത്ത് ഫെഡറേഷൻ, അത് നിരോധിത സംഘടനയാണത്. അതിൻ്റെ നേതാവ് ഗുർദയാൽ സിംഗ്
ആപ്പ് പ്രവർത്തകനായിട്ട് പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇവിടെ നുഴഞ്ഞു കയറ്റമുണ്ടല്ലോ ഈ നിരോധിത സംഘടനകളിൽ നിന്ന് CPM-ലേക്ക്. അതുപോലെ ഈ സിഖുകാരുടെ നിരോധിത ഭീകര സംഘടനകളിൽ നിന്ന് ആപ്പിലേക്കാണ് നുഴഞ്ഞു കയറ്റം. ഇവിടെ CPM-ൽ പോപ്പുലർ ഫ്രണ്ടുകാർ ചേർന്നതുപോലെ അത് എല്ലായിടത്തും ഒരു പാറ്റേൺ ആണല്ലോ. അങ്ങനെ ഈ സിഖ് യൂത്ത് ഫെഡറേഷൻ നേതാവ് ഗുർദയാൽ സിംഗ് ചേർന്നു. അയാൾ ഗഡ്ശങ്കർ നിയമസഭാ മണ്ഡലത്തിൽ ജയ് കിഷൻ സിംഗ് ഖോദിക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്നു. പിന്നെ ഈ പറഞ്ഞ ഈ ഗുർദയാൽ സിംഗ് ഈ നേതാവ് അയാൾ ഹോഷിയാർപൂരിലാണ് ജനിച്ചത്. ഭിന്ദ്രൻവാലയുടെ അനന്തരവൻ ലഖ്വീർ സിംഗ് റോഡുമായിട്ട് വലിയ സൗഹൃദത്തിലായിരുന്നു ഇയാൾ, ഭിന്ദ്രൻവാല കുടുംബമായിട്ട്. ഈ റോഡ് എന്ന് പറഞ്ഞ ഭിന്ദ്രൻവാലയുടെ അനന്തരവനാണ് ഇന്റർനാഷണൽ സിഖ് യൂത്ത് ഫെഡറേഷൻ്റെ മേധാവി. ഭീകര സംഘടനയാണ്, നിരോധിതമാണ്. അയാളിപ്പോൾ ലാഹോറിലാണ്, പാകിസ്ഥാനിലാണ്. അപ്പോൾ ഒരുത്തൻ രാഘവ് ചത്ത ലണ്ടനിൽ, ഇയാൾ ലാഹോറിൽ. ജർമ്മനിയിലെ ബൽബീർ സിംഗ് സന്ധു, ഇവർക്ക് വലിയ നെറ്റ്വർക്കിംഗ് ആണല്ലോ. അയാളാണ് ഇവരെ രണ്ടുപേരെയും കൂട്ടിമുട്ടിച്ചത്. സിഖ് തീർത്ഥാടകൻ, ആ ഗുരുദ്വാരകൾ ഉണ്ടല്ലോ പാകിസ്ഥാനിലും ഒക്കെ, മറ്റേ കോറിഡോറും ഒക്കെ, കർത്താർപൂർ തീർത്ഥാടകൻ എന്ന വ്യാജേനയാണ് ഈ ഗുർദയാല് പാകിസ്ഥാനിലേക്കൊക്കെ ധാരാളം യാത്രകൾ നടത്തിയതായിട്ട് കണ്ടെത്തിയിട്ടുള്ളത് നമ്മുടെ ഇൻ്റലിജൻസ് ഏജൻസികൾ. അയാളുടെ കൂടെ ജഗ്രൂപ് സിംഗ് എന്നൊരു ഭീകരൻ എപ്പോഴും കൂടെ ഉണ്ടാകും എന്ന് വാർത്തയുണ്ട്. ഇനി ഈ കെജ്രിവാൾ തന്നെ 2016 ജനുവരി 29 ഖലിസ്ഥാൻ കമാൻഡോ ഫോഴ്സ് അംഗം ഗുരീന്ദർ സിംഗിന്റെ വീട്ടിൽ രാത്രി താമസിച്ചു. ഓ, എവിടെ വെച്ച്? അങ്ങനെ പഞ്ചാബില് 2016 ഗുരീന്ദർ സിംഗ് ഇപ്പോഴ് ഇംഗ്ലണ്ടിലാണ്. ആ ഗുരീന്ദർ സിംഗ് ഇവിടെ വേട്ടയാടപ്പെടുന്നു എന്ന് ഇവർ പറയുന്നുണ്ടാവുമല്ലോ. അയാൾ 1997 ഈ മോഗ ജില്ലയിലെ മണ്ഡി മുസ്തഫയ്ക്കടുത്ത് ക്ഷേത്രത്തിൽ സ്ഫോടനം നടത്തിയ ആളാണ് അയാൾ. അങ്ങനെ ഒരു ഭീകരൻ, ഒരു സ്ഫോടനം ഒരു അമ്പലത്തിൽ നടത്തിയ ഭീകരന്റെ വീട്ടിലാണ് ഒരു രാത്രി കഴിഞ്ഞത് കെജ്രിവാൾ 2016. അപ്പോൾ കെജ്രിവാളിന് തീവ്രവാദികളുമായിട്ട് ഒരു ബന്ധവും ഇല്ല എന്ന് സംശയിക്കാൻ ഒരു വകുപ്പില്ല. അടുത്ത ബന്ധമുണ്ട്, ഒരുമിച്ച് കിടക്കുന്ന. മാത്രമല്ല കെജ്രിവാളിനെ പറ്റിയിട്ട് ഈ ഭീകര ബന്ധവുമായി ബന്ധപ്പെട്ട് കനത്ത ഡോസിയർ നമ്മുടെ ഇന്റലിജൻസ് ഏജൻസികളുടെ കയ്യിലുണ്ട്. കുറെ നാളായിട്ട് ഇങ്ങനെ വാച്ച് നിരീക്ഷണത്തിലായിരിക്കുമല്ലോ ഇവരുടെ ആക്ടിവിറ്റീസ് എല്ലാം. എന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞിട്ടുണ്ടാവും. മാത്രമല്ല ഭിന്ദ്രൻവാലയുടെ ഒരു ജന്മവാർഷികത്തിൽ കെജ്രിവാളും ഈ ഭഗവന്ത് സിംഗ് മാനും സഞ്ജയ് സിംഗ് ഈ മദ്യനയ കേസിൽ പെട്ട ആളാണല്ലോ. സഞ്ജയ് സിംഗും ഒന്നിച്ച് നിൽക്കുന്ന പോസ്റ്റർ വന്നിരുന്നു. ഒരു ഭിന്ദ്രൻവാലയുടെ ജന്മവാർഷികത്തിൽ പങ്കെടുത്ത ആളാണ് കെജ്രിവാൾ. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെ മരണത്തിന് കാരണക്കാരനായ ആൾ. ആ പോസ്റ്ററിൽ പറഞ്ഞിരുന്നത് സെയിന്റ് ഭിന്ദ്രൻവാലെ, വിശുദ്ധ ഭിന്ദ്രൻവാല. അപ്പോൾ ഇനി സംശയിക്കാനൊന്നുമില്ല. ഇതിലേറെ പക്ഷേ നമ്മുടെ പ്രതിപക്ഷം പറയും ഇതൊക്കെ നറേറ്റീവുകളാണ്, കെജ്രിവാളിനെ കുരുക്കാനുള്ളതാണ്. പക്ഷെ അത് പറയുമ്പോഴും പ്രതിപക്ഷത്തിൻ്റെ തലപ്പത്ത് ഇപ്പോഴും വലിയ പാർട്ടി കോൺഗ്രസ് തന്നെയാണ്, ഇന്ത്യ മുഴുവൻ സ്വാധീനമുള്ള. ഈ കോൺഗ്രസ് ആണ് കെജ്രിവാള് രാജ്യവിരുദ്ധനാണ്, അഴിമതിക്കാരനാണ്, അറസ്റ്റ് ചെയ്യണമെന്ന് BJP-യേക്കാൾ മുമ്പേ ആവശ്യപ്പെട്ടത്. അതെ, എന്നിട്ടാണ് ഇവരിപ്പോൾ കെജ്രിവാളിനെ വിശുദ്ധനായി കൊണ്ടു നടക്കുന്നത്. അവരാദ്യമേ പത്രസമ്മേളനം നടത്തി ഈ ഫോർട്ട് ഫൗണ്ടേഷൻ. അതെ, അന്ന് പറഞ്ഞ ആരോപണങ്ങൾ തെറ്റാണെന്ന് പോലും കോൺഗ്രസ് പറഞ്ഞിട്ടില്ല, അതിൽ ഖേദവും പറഞ്ഞിട്ടില്ല, ഞങ്ങൾക്ക് തെറ്റുപറ്റിയതാണെന്നും പറഞ്ഞിട്ടില്ല. അവർ ഉയർത്തിയ അലിഗേഷൻസിനെ തുടർന്നാണ് സത്യത്തിൽ കേന്ദ്രത്തിലെ BJP സർക്കാർ അന്വേഷണം നടത്തുന്നത് പോലും. ഒരുപക്ഷെ കോൺഗ്രസിന് കൂടുതൽ അങ്ങനെ തന്നെ പറയേണ്ടി വരും. എന്താന്ന് വെച്ചാൽ കുത്തുവാള എടുത്തിരിക്കുകയാണ്. ഫണ്ടിങ് വേറെ സ്ഥലത്ത് നിന്ന് വരേണ്ടി വരും. കനേഡിയൻ ഫണ്ട് വന്നിട്ടാണെങ്കിലും ഇന്ദിരാഗാന്ധിയെ സോറോസിന്റെ ഫണ്ടോ രാഹുൽ ഗാന്ധിയുടെ അമ്മൂമ്മയെ കൊന്നവന്മാരുടെ ഫണ്ട് വന്നിട്ടാണേലും മോദി ഒന്ന് തോറ്റാൽ മതി. അതാണ് ഏത് ആങ്ങളെ ചത്താലും നാത്തൂൻ്റെ കണ്ണീര് കാണണം എന്ന തരത്തിലേക്കാണ് ഇന്ത്യയിലെ കോൺഗ്രസ്, അവരുടെ വാലാട്ടികളായി നിൽക്കുന്ന CPM ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ പ്രതിപക്ഷം മാറിക്കൊണ്ടിരിക്കുന്നത്. തീവ്രവാദ ക്യാമ്പിലാണ്. അതെ, തീവ്രവാദ ക്യാമ്പിൽ ഇന്ത്യയെ വെട്ടിമുറിക്കാൻ, ഇന്ത്യയെ നശിപ്പിക്കാൻ തുണിഞ്ഞിറങ്ങിയിരിക്കുന്ന ആളുകൾക്ക് വേണ്ടി ഒത്താശ ചെയ്യുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ
ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.